ഇതെങ്ങനെ കണ്ടുപിടിച്ച്? അങ്ങനല്ല, രസമാണല്ലോ സീരീസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് ദാവീദ്. ഐ തിങ്ക് ഇറ്റ്സ് ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. എൻ്റെ കൂടെ ഉള്ളതെന്ന് നിധി കുര്യനാണ് കേട്ടോ. ഹലോ നിധി, പിന്നെ ഇപ്പം ഞാൻ ഇതിലെ ഒരു പേനയും പേപ്പറും കൊടുത്തിട്ടുണ്ട്. നിധിക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് അതിൻ്റെ അകത്ത് ആക്ച്വലി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേനയും പേപ്പറും ഒക്കെ നിധിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം നിധി അതിൻ്റെ അകത്ത് ആരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് ആക്ച്വലി യാതൊരു ഐഡിയ ഇല്ല. അപ്പം എന്തായാലും നിധി ഇപ്പോൾ ഒരു പേര് എഴുതിയിട്ടുണ്ടല്ലോ. അത് എനിക്കറിയാവുന്ന അറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്നെ കാണിക്കുക എന്തെങ്കിലും? ഇല്ല. അറിയാവുന്ന പേരുകളോ ബന്ധങ്ങളോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഗൗതം എന്ന് പറയുന്ന ആക്ച്വലി മോൻ്റെ പേരറിയാം. അതൊന്നും അല്ലല്ലോ എഴുതിയില്ല. അല്ല, ഓക്കെ. അപ്പം ഞാൻ നിധിയുടെ മനസ്സിലാണ് ആ പേരുള്ളത്. നിധി ആ കാർഡ് മാറ്റി വെച്ചോളൂ. കാര്യം ഇനി ഞാൻ വിളിഞ്ഞു നോക്കുന്ന ഒരു പരാതിയൊന്നും പറയണ്ട. നിധി കാർഡ് മാറ്റി വെച്ചോളൂ. അപ്പം ഞാൻ ആ പേരൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം, എന്താണ് നിധി അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ആ പേരൊന്ന് നിധി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ലെറ്റർ ബൈ ലെറ്റർ. ഇംഗ്ലീഷിലാണോ എഴുതിയിരിക്കുന്നത്, മലയാളത്തിലാണോ? ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പം ലെറ്റർ ബൈ ലെറ്റർ ആ പേരൊന്ന് കൊണ്ടുവരാമോ? ആദ്യത്തെ അക്ഷരം ഞാനൊന്ന് ABCD ചെല്ലാം. ABCD ABCD. ഓക്കെ. ABCD എത്ര അക്ഷരമുണ്ടെന്നൊന്ന് ഞാനൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യാം. 1 2 3 4 5 ലെറ്റേഴ്സ്. 5 ലെറ്റേഴ്സ്. അതെ, 5 ലെറ്റേഴ്സ് ആണ്. ഓക്കെ. സ്റ്റാർട്ടിങ് ഫ്രം D ആൻഡ് ഓൾസോ എൻഡിങ് ഇറ്റ്സ് ഇൻ D. അതെ. സോ ഇത്രയും പറയപ്പെട്ടെ എന്താന്ന് എനിക്ക് എന്താ തോന്നുന്നത്? സ്റ്റാർട്ടിങ് വിത്ത് D, എൻഡിങ് വിത്ത് D. സ്റ്റാർട്ടിങ് വിത്ത് D, എൻഡിങ് വിത്ത് D. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബൈബിളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് ദാവീദ്. ഐ തിങ്ക് ഇറ്റ്സ് DAVID, ഡേവിഡ്. അതെ, കറക്റ്റാ. എൻ്റെ ഏറ്റവും ചെറിയ മോൻ്റെ പേര്. ഏറ്റവും ചെറിയ മോൻ്റെ പേരാണ് ഡേവിഡ് എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. പേരെനിക്ക് അറിയാനായിട്ട് എന്തെങ്കിലും സാധ്യതയുള്ള പേരാണ്? ഡേവിഡിന്റെ പേര് അറിയില്ല. ഗൗതത്തിനെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പൊ എന്താ എക്സ്പീരിയൻസ് എന്താണ്? അങ്ങനല്ല, രസമാണല്ലോ സീരീസ്. എന്താ ഇപ്പൊ എക്സ്പീരിയൻസ് തോന്നിയത്? നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ താങ്കളുടെ മെന്റലിസ്റ്റ് ആയതുകൊണ്ട് എന്താണേലും ഇത് കണ്ടുപിടിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു. അപ്പോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതെങ്ങനെ കണ്ടുപിടിച്ചു?